സുന്ദരന്മാരെ, കുറേ കാലത്തിന് ശേഷമാണ് ലൈവ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. വാലന്റൈൻസ് ഡേ ഒക്കെ ഗംഭീരമായിട്ട് പോകുന്നു തോന്നുന്നു. എൻ്റെ വാലന്റൈൻസ് ഡേ അടിപൊളിയായിട്ട് പോകുന്നു. ഗോപു നാട്ടിലാണ്, ഞാൻ ഹൈദരാബാദ് ഷൂട്ടിലാണ്. ഞാനിപ്പോൾ ഓടി വന്നത് ബേസിക്കലി വാലന്റൈൻസ് ഡേ വിഷയം വേണ്ടി മാത്രമല്ല. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്ത ഒരു മലയാള സിനിമ മനോരാജ്യം മനോരമ മാക്സിൽ റിലീസാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയി ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. മനോഹരമായ ഓസ്ട്രേലിയൻ വിഷ്വൽസും നല്ല പാട്ടുകളും ഒക്കെ ചേർന്ന ഒരു ചെറിയ മനോഹരമായ സിനിമ. നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് പ്രതീക്ഷ. തിയേറ്ററിലൊക്കെ ഇറങ്ങിയപ്പോൾ തിരക്കേടില്ലാത്ത റെസ്പോൺസുകൾ കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മനോരമ മാക്സിലുണ്ട്, തീർച്ചയായിട്ടും പോയി കാണണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ചാടിയോടി വന്നത്. കുറേ പേര് ഹായും ഹലോവും ഒക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും അത് നിറഞ്ഞ ഹായ്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ലൈവും പരിപാടികളൊക്കെ ആയിട്ട് വരുന്നത്. പകുതി ഉറക്കത്തിലാണ്. രാത്രിയാണ് ഷൂട്ട് മൊത്തം. ഈ 6 മണി വൈകുന്നേരം മുതൽ രാവിലെ 6 മണി വരെ ഷൂട്ടാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വീണ്ടും ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോരാജ്യം കാണണം. മനോരമ മാക്സിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം. ആഷ്ലി സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ ആവട്ടെ. ഒരുപാട് പേര് ഹലോ ഹായ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഹായ്. പടം കണ്ടിട്ട് ഗോപിക എവിടെ? ഗോപിക നാട്ടിലാണ്, ഞാൻ നാട്ടിലില്ല. ഞാൻ ഹൈദരാബാദാണ്, ഷൂട്ടിലാണ്. ടീ ഒന്നും കുടിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എഴുന്നേറ്റ തന്നെ ഉച്ച ആ സമയത്താണ്. അപ്പം നേരെ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ പോലെ എന്തോ ഒരു സാധനം കഴിച്ചിട്ട് ഷൂട്ടിന് പോണ വഴിയാണ്. പിന്നെ അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കാണുക. മനോരമ മാക്സിൽ മനോരാജ്യം കാണുക. ആമസോണിൽ ഓൾസോ, ആമസോണിൽ ഓൾസോ ഉണ്ട്. കൊള്ളാലോ. അതെ, അപ്പോൾ സുബിൻ ജോ പറയുന്നുണ്ട് ആമസോണിലും. ഹലോ സുബിൻ. അപ്പോൾ ആമസോൺ ഇന്ത്യയിലും ഉണ്ട്, മനോരമ മാക്സിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണം. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ചേട്ടൻ്റെ സിനിമ കാണാറുണ്ട്. ഷെമി ലവ് ഹായ്, താങ്ക് യു സോ മച്ച്. ജി പി ചേട്ടാ നിങ്ങൾ പൊളിയാണ്. താങ്ക് യു ഗീത ഗോവിന്ദ്. നല്ല സുഖമുള്ള പരിപാടി കേട്ടോ. അഞ്ചുക്കിളി എവിടെയാ? ഗോപികനാണ് ഉദ്ദേശിച്ചല്ലേ? ഗോപിക നാട്ടിലാണ്. ഗോപിക കേരള, ഞാൻ നാട്ടിലില്ല. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത് മനോരാജ്യം മനോരമ മാക്സിൽ റിലീസായിട്ടുണ്ട്. എന്തായാലും കാണണം. കണ്ടിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് അറിയിക്കുക, മെസ്സേജസായിട്ട് അയക്കുക. അങ്ങനെ ഒരുപാട് മലയാള സിനിമകളൊന്നും ഇപ്പോഴും ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെയാണ് ഓരോ സിനിമ ചെയ്യുന്നത് മലയാളത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ട് പ്രചോദനം നൽകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. തിരക്കിട്ടില്ലാത്ത പാട്ടുകളും അടിപൊളി ഓസ്ട്രേലിയൻ വിഷ്വൽസും ഒക്കെയുള്ള ഒരു കുസൃതി നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഗോപിക ചേച്ചിക്ക് വാലന്റൈൻസ് ഡേ സർപ്രൈസ് കൊടുത്തു. പിന്നെ കൃത്യം വാലന്റൈൻസ് ഡേ സമയമായിട്ട് ഞാൻ ആ ഭാഗത്ത് മുങ്ങി ഒരു ഗംഭീര സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ബാക്കി ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് രഞ്ജിത, സാജൻ ബേക്കറിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള രഞ്ജിത അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് പത്രോസിൻ്റെ പടപ്പുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. പിന്നെ നമ്മുടെ നവാസ് വള്ളിക്കുന്ന്, ഗോകുലൻ, അങ്ങനെ കുറേ പേരുണ്ട്. കുറച്ച് പേരൊക്കെ ഓസ്ട്രേലിയയിലുള്ള ആക്ടേഴ്സും ഉണ്ട്. അവിടെയുള്ള മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട്. റഷീദ് പാറക്കലാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സമീർ എന്നുള്ള നാഷണൽ അവാർഡ്, കുറേ അവാർഡുകളൊക്കെ കിട്ടിയ സിനിമ ചെയ്ത സമീർ ചെയ്ത റഷീദ് പാറക്കലാണത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കും മെൽബേൺ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്ക്രീനിങ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അനസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ തന്നെ ഉള്ള ആളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് കംപ്ലീറ്റ്ലി ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച ഒരു മലയാള സിനിമ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ എല്ലാ ഭംഗിയും പൂർണ്ണമായിട്ട് വരുന്ന രീതിയിൽ, മെൽബേണിൻ്റെ ഭംഗി മുഴുവൻ പൂർണ്ണമായിട്ട് വരുന്ന രീതിയിൽ ഞങ്ങളത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ഫ്രീ ആയിട്ടൊരു ഓസ്ട്രേലിയ ട്രിപ്പ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പട്ടാബി പയ്യൻ. പിന്നെന്താണ് ബ്രോ ഇതിങ്ങനെ കടകട ഹൗ ആർ യു ഫ്രം ഖത്തർ? ഹലോ പെർഫെക്ഷനിസ്റ്റ് വർഗോ. അയ്യോ, പേരൊന്നും വായിച്ചെത്തുന്നില്ല. സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്രയും ആളുകൾ ലൈവിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇടയ്ക്കൊക്കെ ലൈവ് വരണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, തോന്നാറുണ്ട്. പലപ്പോഴും മടി കാരണം വരാത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ലൈവിൻ്റെ ഭാഗമായിട്ട് വരാൻ നോക്കാം. അപ്പോൾ എന്തായാലും മനോരാജ്യം കണ്ടിട്ട് അഭിപ്രായം പറയുക. മനോരമ മാക്സിലാണ് മനോരാജ്യം ഉള്ളത്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ പ്രചോദനം. തെളിവാനം എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് അതേപോലെ തന്നെ
ഓസ്ട്രേലിയയുടെ മനോഹരമായ വിഷ്വൽസ് ഉണ്ട്. ഒരു കുസൃതി നിറഞ്ഞ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ ഞാൻ തെലുങ്ക് വേറെന്ത് പരിപാടിയാണ്? തെലുങ്ക് സിനിമ ഷൂട്ട് പരിപാടികളായിട്ട് പോകുന്നു, അത് തന്നെയാണല്ലോ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഹൈദരാബാദിൽ വേറെന്ത് പരിപാടിയാണ്? പിന്നെ അപ്പോൾ എന്തായാലും എല്ലാവരും മനോരാജ്യം കാണുക. റഷീദ് പാറക്കൽ സംവിധാനം ചെയ്ത് അനസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്. നമുക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ട ആളുകൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ, നല്ല പാട്ടുകൾ, നല്ല ഓസ്ട്രേലിയ വിഷ്വൽസ്, കണ്ടിരിക്കാവുന്ന വളരെ കുസൃതി നിറഞ്ഞ സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൈസ് സോങ് എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനോരഞ്ജൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഗോപിക ചേച്ചി അവിടെ ഓൾറെഡി 2-3 തവണ പറഞ്ഞു കഴിഞ്ഞു. ഗോപിക നാട്ടിലാണ്, ഞാൻ ഹൈദരാബാദാണ്, ഷൂട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേക സ്റ്റൈലിലാണ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. ഫിലിം എന്തായാലും കാണും തീർച്ചയായിട്ടും. വിഷ്ണു പ്രസാദ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. ഗോപി ചേച്ചിക്ക് ന്യൂ പ്രൊജക്റ്റ് ഏതാ? ഗോപി ചേച്ചി ഇപ്പോൾ സുമതി വളവ് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് മെയ് 8 റിലീസാണ്. റിലീസ് ഡേറ്റ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തല്ലോ. അപ്പോൾ സുമതി വളവിൻ ഒരു ആഘോഷ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവരെല്ലാവരും. അപ്പോൾ അതാണ് ഗോപികയുടെ പുതിയ പ്രൊജക്റ്റ്. GP ചേട്ടാ, ഞാൻ തിരുവേഗപ്പുറയാണ്. ഓ അടിപൊളി. ഹായ്, ഹലോ. എനിക്ക് നിങ്ങളുടെയൊക്കെ പേര് വായിച്ചെത്തുമ്പോഴേക്കും സംഭവങ്ങൾ പോകുന്നു. ക്ഷീണം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ രാത്രിയാണ് ഷൂട്ട് പരിപാടികളൊക്കെ. 6 മണി മുതൽ ഒക്കെ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി മുഴുവൊക്കെ ഷൂട്ട്. അപ്പോൾ ഉറക്കൊക്കെ കുറച്ച് തലകുത്തനെയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗംഭീരമായിട്ടാണ്. യെസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ ചേട്ടാ. താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. സീരിയൽ അഭിനയിക്കുമോ ഗോപി ചേച്ചി? എനിക്ക് അറിഞ്ഞുകൂടാവുള്ളൂ. എനിക്ക് തോന്നുന്നു കൂടുതൽ സിനിമയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പോൾ സുമതി വളവാണ് ചെയ്തത്. നെക്സ്റ്റ് റിലീസ് ചെയ്താൽ ഇപ്പോൾ മനോരാജ്യമാണ് ഇപ്പോഴത്തെ റിലീസ്. മനോരാജ്യം ഇന്ന് മുതൽ മനോരമ മാക്സിൽ സജീവമാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ട് പറയുക. അടുത്ത പരിപാടികൾ അധികം താമസിയാതെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ ഓരോരോ പരിപാടികളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഹായ് ചേട്ടാ, ലുക്കിംഗ് ഗുഡ്. താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മെല്ലെ സെറ്റിലേക്ക് എത്താറായിട്ടില്ല തോന്നുന്നില്ല, കുറച്ചുകൂടെ സമയമുണ്ട്. ഓക്കെ, രാമോജി ഫിലിം സിറ്റിയിലൊക്കെയാണ് ഷൂട്ട്. അപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ ഫിലിം സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചിട്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയിട്ടില്ല. ഹൈദരാബാദിൽ എവിടെയാണ് കറക്റ്റ്? ഹൈദരാബാദിൽ രാമോജിയിലാണ് ഇന്ന് ഷൂട്ട്. രാമോജിയിൽ പല സമയത്തും പല സ്ഥലങ്ങളിലാണ്. ഇന്ന് രാമോജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ടുള്ളത്. നൈസ് ക്യാബ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു ഡൂയിങ്? ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. എനിക്ക് വേറെ ഏതൊക്കെയോ കുറേ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നത് അറ്റൻഡ് ചെയ്യട്ടെ. ലവ്ലി കപ്പിൾസാണ് 2 ആളും. താങ്ക് യു സോ മച്ച്. ഞാൻ ഹൈദരാബാദാണ് പഠിക്കുന്നത്. ഹൈദരാബാദാണ് പഠിക്കുന്നത്. GP ചേട്ടന് ഒരുമിച്ച് സിനിമ ഉണ്ടാവുക? അതൊന്നും അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ സമയമുണ്ടല്ലോ. നമ്മളിങ്ങനെ മെല്ലെ സിനിമകൾ ചെയ്ത് വരട്ടെ. അപ്പോൾ എന്തായാലും മനോരമ മാക്സിൽ ഇന്ന് കാണാൻ മറക്കരുത്. ഇന്ന് മുതൽ മനോരമ മാക്സിലുണ്ട്. നിങ്ങളുടെ സൗകര്യപ്രദം സിനിമ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. വി ആർ ഫ്രം ഡിമോസ് ഫർണിച്ചർ, കരുനാഗപ്പള്ളി. ഹലോ, നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഡിമോസ് ഫർണിച്ചർ. ഡിമോസിലുള്ള എല്ലാവരുടെ അടുത്തും മനോരാജ്യം കാണാൻ പറയണം. അപ്പോൾ എന്ത് ഫിലിമിൻ്റെ ഷൂട്ട്? ഇവിടെ തെലുങ്ക് മൂവിയുടെ ഷൂട്ടാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനോരാജ്യം മലയാള സിനിമയാണ്. അത് മനോരമ മാക്സിൽ ഇപ്പോൾ ഉണ്ട്. ചേട്ടന് ഒരുമിച്ച് ലൈവ് വരും. ചേട്ടനും ഒരുമിച്ച് ലൈവ് വരാം. ഞാനിപ്പോൾ ഹൈദരാബാദാണുള്ളത്. ചേച്ചി ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുമിച്ചുള്ളപ്പോൾ എപ്പോഴെങ്കിലും ലൈവ് വരാൻ നോക്കാം. ഞങ്ങൾ ഒരുമിച്ച് ലൈവ് വന്നിട്ടില്ല അല്ലേ? ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് അത് അങ്ങനെ ഒരു സംഭവം ഓർമ്മ തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം അറിയിക്കുക. കോളേജിൽ ഇനോഗ്രേഷൻ വരാൻ പറ്റുമോ? കോളേജിൽ ഇനോഗ്രേഷൻ വരാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള മനുഷ്യനാണ് ഞാൻ. കോളേജ് എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എപ്പോഴാണ് വരാൻ പറ്റുക എന്ന്. ട്രിവാൻഡ്രം ആണോ അതോ എവിടെയാണ്? അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം അല്ല, ഞാനിപ്പോൾ ഹൈദരാബാദാണുള്ളത്.
ബ്രോ ഭയങ്കര ക്യൂട്ടായി വരുവാണല്ലോ. ഇഷ്യൂ എനിക്ക് വയ്യ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരണം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊരു സുഖമുള്ള പരിപാടിയാണ്. ലൈവൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നിങ്ങനെ ആലോചിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മടിയും അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാനിങ്ങനെ പലപ്പോഴും എടുത്ത വീഡിയോസും ഫോട്ടോസ് തന്നെ പോസ്റ്റ് ചെയ്യാൻ മടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയ മുമ്പത്തെ പോലെ അത്ര ആക്റ്റീവ് അല്ല എങ്കിലും ഞാൻ കിട്ടുന്ന സമയമൊക്കെ ഞാൻ വരാൻ നോക്കാം. ലൈവ് ഇടയ്ക്ക് കൂടുതൽ വരാൻ നോക്കാം. എന്തായാലും നിങ്ങൾ മനോരാജ്യം കാണുക, അഭിപ്രായം അറിയിക്കുക. മനോരമ മാക്സിൽ ഇന്നു മുതൽ സ്ട്രീമിംഗ് ആണ്, കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് വരാൻ കൂടുതൽ പ്രചോദനമാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ ഇതുപോലെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ മനോരാജ്യം കണ്ടിട്ട് എങ്ങനെയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേറെന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു, നന്നായിരിക്കുന്നു. കുറേ പേര് മെസ്സേജ് അയക്കേണ്ടത് എനിക്കറിയാം. ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്, ഐ ലവ് യു സോ മച്ച്, ഗോഡ് ബ്ലസ് കാർത്തു ചിന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗോപിക നാട്ടിലാണ്, ഞാനിപ്പോൾ ഹൈദരാബാദാണ്. പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട്. പത്തനംതിട്ട നമ്മുടെ അഭിലാഷ് പിള്ളയുടെ നാട് കൂടിയല്ലേ. അടുത്ത ജൂലൈയിൽ വന്നാൽ മതി എപ്പോഴെങ്കിലും. അത് പോയി എന്തോ ഒരു കാര്യമായിട്ടൊരു വലിയൊരു എസ്സേ വായിച്ചു തുടങ്ങിയപ്പോഴേക്കത് പോയി. ഞാൻ നോക്കിക്കോളാം എന്തായാലും. അപ്പോൾ നമ്മുടെ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ് മനോരമ മാക്സിൽ. നിങ്ങൾ കാണുക. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു ഓസ്ട്രേലിയൻ വിഷ്വൽസ് എല്ലാം കണ്ട് ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. നല്ല സോങ്സ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ അടക്കം പാടിയ കുറേ നല്ല സോങ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡെയിലി വ്ളോഗ്സ് ചെയ്തുകൂടെയെന്നോ. ഇവിടെ ലൈവ് തന്നെ വന്നിട്ട് ഞാനൊരു കൊല്ലായി തോന്നുന്നു. അപ്പോഴെങ്ങനെയാണ് കുട്ടി ഞാൻ ഡെയിലി വ്ളോഗേ ആഗ്രഹമുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പക്ഷെ അതൊന്നും ചെയ്യാൻ കുറേ മടിയുണ്ട്. പിന്നെ എപ്പോഴും സമയം കിട്ടാറുമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ സിനിമയിൽ സജീവമാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ടാണ് അധികം വ്ളോഗ്സ് ഒന്നും കിട്ടാത്ത. പടം എപ്പോഴാണ് റിലീസ് എന്ന്, എത്ര മണിയൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി മനോരമ മാക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനോരമ മാക്സിൽ മനോരാജ്യം എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി കിട്ടും. അതുകൊണ്ട് അതിൻ്റെ സമയം പരിപാടിയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സിനിമ കാണാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എറണാകുളം എവിടെയാണ് ചേട്ടാ? എറണാകുളം നമ്മൾ മറൈൻ ഡ്രൈവിലാണ്. ചേട്ടൻ്റെ ഫാമിലി സൂപ്പറാണ്. താങ്ക് യു ശ്രുതി, താങ്ക് യു സോ മച്ച്. ഗോപിക എവിടെ? ഗോപിക നാട്ടിലാണ്. ഞാൻ നാട്ടിലില്ല, ഞാൻ ഹൈദരാബാദാണ്. ഇവിടെ ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടും പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നത് വൺസ് അഗെയിൻ ഞാൻ ചെയ്ത ഒരു മലയാള സിനിമ മനോരാജ്യം എന്നുള്ള സിനിമ ഇപ്പോൾ ഇവിടെ മനോരമ മാക്സിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണണം. ഓസ്ട്രേലിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ചിത്രീകരിച്ചൊരു സിനിമയാണ്. നല്ല സോങ്സ് ഉണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത, കുഴപ്പമില്ല എന്ന് പറയാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ఏంటి ఎలా ఉన్నారు పిల్లవాణి? హలో ప్రియాజీ, ప్రియామణిയൊക്കെ లైవ్లో വന്നിട്ട് ఏంటి ఎలా ఉన్నారు? బాగున్నాను പ്രിയ. എല്ലാവരും ഉണ്ടല്ലോ. പ്രിയജി, മനോരമ മാക്സിൽ എൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. ഫ്രീ ആയിട്ടിരുന്നത് കണ്ടോളൂ. ജിബി ചേട്ടാ സുഖമാണ്. ഹൗ ആർ യു ഡൂയിങ് ചേട്ടാ? വാച്ചിങ് മനോരാജ്യം. നിഷ കുരിശിങ്കൽ, താങ്ക് യു നിഷ. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണേ, എനിക്ക് മെസ്സേജ് അയക്കാം. ഹലോ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് വരാൻ പറ്റുമോ? അത് ശ്രമിക്കാവുന്നതാണ്. ഞാൻ പണ്ടെപ്പോഴും അവിടെ വള്ളസദ്യ ആ ഭാഗത്തല്ലേ, അങ്ങനെ എന്തിനോ ഒരു ഭാഗമായിട്ട് ഞാൻ അവിടെ ആറന്മുളയിൽ വന്നിട്ടുണ്ട്. വള്ളസദ്യ അറ്റൻഡ് ചെയ്താണ് കുറേ കാലം മുമ്പേ. ഹാപ്പി വാലന്റൈൻസ് ഡേ GP, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ബ്രോ. താങ്ക് യു സോ മച്ച്. ഷുവർ താങ്ക് യു പ്രിയാജി. വി ഷുഡ് ഓൾ മീറ്റ് അപ്പ്. പ്രിയാജിനെയൊക്കെ കണ്ടിട്ട് എത്രയോ കാലമായി. പ്രിയാമണി ഇപ്പം ഇങ്ങനെ ഭയങ്കര സെൻസേഷനായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തിരിയാൻ സമയമില്ലാതെ അത്രയും ബിസിയാണ്. ഫാമിലി മാൻ 3യും ബാക്കി എല്ലാ സാധനങ്ങളും, ഏത് ഹിന്ദി വെബ് സീരീസും സിനിമ എടുത്തു കഴിഞ്ഞാലും ഷീസ് ദെയർ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. ഷി വാസ് ഔട്ട് ഓഫ് ദി കൺട്രി. അവരൊക്കെ എല്ലാവരെയും കാണണം എന്ന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. മൂവി ഡൗൺലോഡിങ് നൈറ്റ് കാണാം. ഓക്കെ, അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടോളൂ, എപ്പോഴാച്ചാൽ കണ്ടോളൂ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കണ്ടോളൂ. അതാണല്ലോ ഇതിൻ്റെ ഒരു ഭംഗി. എന്തായാലും കാണുക എന്നുള്ളതിനാണ് പ്രസക്തി. എപ്പോൾ കാണുന്നു എന്നുള്ളത് കുഴപ്പമില്ല. സോ ടൈം എടുത്ത് കാണുക. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അയ്യോ, പോയി എപ്പോഴേക്കും പോയി. അപ്പോൾ
ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഗോപിക ചേച്ചി അവിടെ? ഗോപിക ചേച്ചി നാട്ടിലാണ്, ഞാനിപ്പോൾ നാട്ടിലില്ല. ഞാൻ ഹൈദരാബാദാണ്. ഞാനൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഗോപി ചേച്ചിയുടെ പുതിയ പ്രൊജക്റ്റ് മറ്റേ സുമതി വളവാണ്. അത് മെയ് 8 റിലീസാണ്. അതെല്ലാവരും കാണണം. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇങ്ങനെ ബ്രേക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരിപാടി, അല്ലാതെ വേറെ പരിപാടികളൊന്നും നമ്മൾ നേരിൽ കണ്ടിട്ടില്ല. ഓ അടിപൊളി. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ലൈവ് വരാൻ നോക്കാം, കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമാവാൻ നോക്കാം. സോ വന്നത് എന്തിനാണെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് മനോരമ മാക്സിൽ മനോരാജ്യം എന്ന സിനിമ റിലീസായിട്ടുണ്ട്. റഷീദ് പാറക്കലാണ് അത് സംവിധാനം ചെയ്തത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. അനസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസനൊക്കെ പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുകൾ, കുറേ പാട്ടുകളുണ്ട് അതിനകത്ത്. നിഖിലും യുനസൊക്കെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ട അഭിപ്രായം പറയുക. മനോരമ മാക്സിൽ പടമുണ്ട്. ഓസ്ട്രേലിയയിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു ഓസ്ട്രേലിയൻ ഫീൽ നിങ്ങൾക്ക് കിട്ടും. സോ ഓസ്ട്രേലിയയിൽ പോയൊരു ഫീൽ കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, മെൽബേണിൽ പ്രത്യേകിച്ചും. അപ്പോൾ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. ഇടയ്ക്ക് ഇതുപോലെ ലൈവ് വരാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വിഷിങ് യു ഓൾ എ ഹാപ്പി വാലന്റൈൻസ് ഡേ. കുറേ പേര് ഹായ് ചേട്ടാ മൂവി ഡൗൺലോഡ് ചെയ്തു മിഥുൻ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു മിഥുൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്നെ ടാഗ് ചെയ്തിട്ട് സ്റ്റോറിയൊക്കെ ഇടുക. അപ്പോൾ ഞാനത് റീഷെയർ ചെയ്യാം. അങ്ങനെ നമുക്കത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്കൊരു ഹായ് തരുമോ റോഷ്നി? ഓക്കെ റോഷ്നി, താങ്ക് യു. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും എല്ലാം വിടട്ടെ. അപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും മനോരാജ്യം കണ്ടിട്ട് സ്റ്റോറി ഇടുക, എന്നെ മെൻഷൻ ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് ലൈവ് വരാൻ നോക്കാം. ഹാപ്പി വാലന്റൈൻസ് ഡേ.